ഹലോ ഹസ്ബൻഡ്സ്, ഹൗ ടു ഇംപ്രസ് യുവർ പോസ്റ്റ്മോർട്ടം വൈഫ്. ഞാൻ 3 സിമ്പിൾ സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ നിങ്ങളുടെ വൈഫ് ഇടുന്ന സ്റ്റോറി അല്ലാതെ അവർ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവും, അതല്ലാതെ നിങ്ങളുടെ വൈഫും കുഞ്ഞും ഇരിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ഇരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട്, അത് പണ്ടത്തെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് ഇടയ്ക്ക് സ്റ്റോറി ഇടുക. ഇത് മാത്രം മതി, നമ്മൾ ഫ്ലാറ്റാണ്. ഓക്കെ. സെക്കൻഡ് തിങ്, നിങ്ങൾ ചെയ്യേണ്ട വേറെ കാര്യം എന്താണെന്ന് അറിയാം. നമ്മൾ ചിലപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ബ്രെയിന് ഡിപ്രഷനിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ നമ്മൾ അവർ വന്നിട്ട് അവരെ പറ്റി ഇങ്ങനെ നിങ്ങളോട് പറയായിരിക്കും, ഓഫ് ആ സാധനം പിടിച്ച സാധനം എന്തെന്ന് പറഞ്ഞതെന്നറിയോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓഫ് ആ സാരില്ല, അത് വിട്ടുകള, അങ്ങനെയല്ല പറയണ്ടേ. ആണോ അവൾ അങ്ങനെ പറഞ്ഞാ, ഹാ, നിങ്ങളും കൂടെ ബിച്ച് ചെയ്യണം. ഓക്കെ, ബിച്ച് ടുഗെദർ. അപ്പം എന്ത് പറ്റും, നമുക്ക് നിങ്ങളോടുള്ള ഒരു ഇമ്പ്രഷൻ കൂടും. ആൻഡ് ദ തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ എന്ന് എപ്പോഴും കൂട്ടിച്ചേർക്കുക. അതായത് ഇപ്പോൾ പറയണേക്ക്, ഇപ്പോൾ കുഞ്ഞാവ അമ്മയുടെ മുടി പിടിച്ച് വലിച്ചു, അപ്പോൾ നിങ്ങൾ കുഞ്ഞാവനോട് ഇങ്ങനെ ചോദിക്കുന്ന പോലെ കാണിക്കണം, എൻ്റെ ഭാര്യയുടെ മുടി വലിക്കുകയാണോ നീന്ന്. സി ആ എൻ്റെ എന്നുള്ളത്, ആ എൻ്റെ ഭാര്യ എൻ്റെ എന്ന് കേൾക്കുമ്പോൾ നാച്ചുറലി നമുക്ക് ഓഫ്, പുള്ളിക്ക് എന്നോട് ഇഷ്ടം കൂടുതലാണ് എന്നുള്ളൊരു തോട്ട് വരും. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ തലയിൽ കൂടി പോണത് എന്തൊക്കെയാണ് നമുക്ക് തന്നെ പറയാൻ പറ്റില്ലായിരിക്കും. അപ്പം നിങ്ങൾ ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമ്മളൊന്ന് ഹാപ്പി ആക്കാൻ. വല്ലപ്പോഴും ഒരു മിഠായി തരുന്നതോ അല്ലെങ്കിൽ ഒരു പൂ തരുന്നതോ ഒക്കെ പോലെ തന്നെയാണ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നതും നമ്മുടെ പുറകെ നടന്ന് നമ്മൾ പറയുമ്പോൾ അത് കൂടെ ഇരുന്ന് കേൾക്കുന്നതും. കേട്ടാൽ മാത്രം പോരാ, നമ്മുടെ അതേ ഒപ്പീനിയനാണ് ആൾക്കും എന്ന് നമുക്ക് തോന്നുന്നതും ഈ എൻ്റെ എന്ന് കൂട്ടി ചേർക്കത്ത് പറയുന്നതൊക്കെ. ഇതേമാതിരി യൂസ്ഫുൾ ടിപ്സ് വേണമെങ്കിൽ